ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു സോൾവ്ഡ് ഓൺലൈൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ എക്സാം എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ ഡിപ്പാർട്ട്മെന്റ്, സിവിൽ ആയിരുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു എക്സാം നടന്നത്. ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ. അപ്പോൾ ഇത് സിവിൽ എക്സാം ആണ്, സിവിൽ എഞ്ചിനീയറിൻ്റെ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ പാർട്ട് നമ്മൾ ട്രിപ്പിൾ മെഡിസി എന്ന ചാനലിൽ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 20 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. By what name Ganges is known which it flows through Bangladesh? By what name Ganges is known which it flows through Bangladesh? ബംഗ്ലാദേശിലൂടെ ഒഴുകുമ്പോൾ ഗംഗാ നദിയുടെ പേരെന്താണ്? അതാണ് ചോദ്യം. ബംഗ്ലാദേശിലൂടെ ഒഴുകുമ്പോൾ ഗംഗാ നദിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. സാങ്പോ, ഗംഗ, ജമുന, സിന്ധു. എന്താണ് പേര്? ഗംഗാ നദിയുടെ ബംഗ്ലാദേശിലെ പേര് ജമുന എന്നാണ്. ജമുന. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഖാരിഫ് ക്രോപ്പ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഖാരിഫ് വിളയായിട്ടുള്ളത്? ഖാരിഫ് വിള. വീറ്റ്, ഓറഞ്ച്, വാട്ടർമെലൺ, പാഡി. ഇതിലേതാണ് ഒരു ഖാരിഫ് ക്രോപ്പ്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് പാഡി. പാഡി അഥവാ നെല്ലാണ് ഖാരിഫ് ക്രോപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്. അപ്പോൾ ഈ ക്രോപ്പുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അടുത്തുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഈ ഖാരിഫ്, റാബി, അത് സെയ്ദ് അങ്ങനെയുള്ള വിളകളെ പറ്റി ചോദിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. വാട്ട് ഈസ് നോൺ ആസ് കാൽ ബൈശാഖി? കാൽ ബൈശാഖി എന്നറിയപ്പെടുന്നത് എന്താണ്? വാട്ട് ഈസ് നോൺ ആസ് കാൽ ബൈശാഖി? കോൾഡ് വിൻഡ്, സ്റ്റോം, ഡ്രൈ വിൻഡ്, സൈക്ലോൺ. അപ്പോൾ ഡ്രൈ വിൻഡുകളാണ് ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. കാൽ ബൈശാഖി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡ്രൈ വിൻഡുകൾ. അപ്പോൾ ഡ്രൈ വിൻഡുകളെ പറ്റിയിട്ട് ഇന്ത്യയുടെ ക്ലൈമറ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാൽ ബൈശാഖി ലൂ, നോർവെസ്റ്റർ അങ്ങനെ പറയുന്നത് അല്ലേ? നോർവെസ്റ്റർ എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. ആൻഡ് കാൽ ബൈശാഖി ഈസ് ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, കാൽ ബൈശാഖി എവിടെയാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. When did Indian population touch 1000 crores? Indian population 1000 crores ക്രോസ് ചെയ്തത് എന്നാണ്? ഓക്കെ, ഇന്ത്യൻ പോപ്പുലേഷൻ ടച്ച് ദ 100 crores. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടി തികഞ്ഞത് എന്നായിരുന്നു? അത് വരുന്നത് 2000 ജൂൺ 12 കൊടുത്തിട്ടുണ്ട്, ജൂൺ 11 കൊടുത്തിട്ടുണ്ട്, ജൂൺ 2, ജൂൺ 13 കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇന്ത്യൻ പോപ്പുലേഷൻ 100 ക്രോസ് ടച്ച് ചെയ്ത് 2000 മെയ്യിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കുവാണ് കേട്ടോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ജോഗ് വാട്ടർഫോൾസ് ഈസ് ലൊക്കേറ്റഡ്? ജോഗ് വാട്ടർഫോൾ, ജോഗ് വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളച്ചാട്ടങ്ങളെ പറ്റിയുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഇൻ വിച്ച് സ്റ്റേറ്റ് ജോഗ് വാട്ടർഫോൾ ഈസ് ലൊക്കേറ്റഡ്? ഏത് സ്റ്റേറ്റിലാണ് ജോഗ് വാട്ടർഫോൾ ഉള്ളത്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. ഏത് സ്റ്റേറ്റിലാണ് ജോഗ് വാട്ടർഫോൾസ് ഉള്ളത്? ഓപ്ഷൻ എ ആണ് കർണാടക. കർണാടകയിലാണ് ജോഗ് വാട്ടർഫോൾസ് ഉള്ളത്. കർണാടക. Which plan came into force as passed by central government on September 2005? സെപ്റ്റംബർ 2005 സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കി നിലവിൽ വന്ന പ്ലാൻ ഏതാണ്? Which plan came into force as passed by the central government on September 2005? ഈ കൊടുത്തിരിക്കുന്നതിൽ ഇന്ദിര ആവാസ് യോജന, നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം, ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് സെപ്റ്റംബർ 2005 പാസ്സാക്കിയത് നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമായിരുന്നു. നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അടുത്ത ചോദ്യം, RMSA സ്കീം ബിലോങ്സ് ടു വിച്ച് സെക്ടർ? ഓക്കെ, RMSA സ്കീം ബിലോങ്സ് ടു വിച്ച് സെക്ടർ? നഴ്സറി, പ്രൈമറി ആൻഡ് സെക്കൻഡറി, നഴ്സറി, പ്രൈമറി, ഹയർ എഡ്യൂക്കേഷൻ. ഇതിൽ ഏതാണ് RMSA റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓക്കെ,
RMSA എന്ന് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നാണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഇന്ത്യയിൽ പബ്ലിക് സ്കൂളുകളിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അതിനാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. അടുത്തത് ദ മുഗൾ കിങ്. മുഗൾ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ദ മുഗൾ കിങ് ഹു ലെഡ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് 1857. ആരാണ് ദ മുഗൾ കിങ് ഹു ലെഡ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് 1857? ആരാണ്? ഓപ്ഷൻ ഡി, ബഹദൂർ ഷാ ദ സെക്കൻഡ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ദ മുഗൾ കിങ് ഹു ലെഡ് ദ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് 1857. നമുക്കറിയാവുന്നതാണ്, ഡൽഹിയിൽ അദ്ദേഹമായിരുന്നു നയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അത്രയും പ്രായമായതുകൊണ്ട് ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു സൈന്യത്തെ നയിച്ചത്. പക്ഷേ അവിടെ ഡൽഹിയിൽ വെച്ചിട്ട് ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു സമരം അടിച്ചമർത്തുകയും അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അവിടെ വെച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അന്തരിക്കുന്നത്. അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാലും അതാരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് കേട്ടോ. ഇൻ വിച്ച് മൂവ്മെന്റ് പോച്ചമ്പള്ളി വില്ലേജ് ഓഫ് അരുണാചൽ പ്രദേശ് ഈസ് അസോസിയേറ്റഡ് വിത്ത്? ഏത് മൂവ്മെന്റുമായിട്ടാണ് പോച്ചമ്പള്ളി വില്ലേജ് ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി വില്ലേജ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? ഏത് മൂവ്മെന്റ് ആണ്? ലിറ്ററസി മൂവ്മെന്റ്, ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, കൾട്ടിവേഷൻ മൂവ്മെന്റ്, ഭൂദാൻ മൂവ്മെന്റ്. ഏത് മൂവ്മെന്റ് ആണ്? ഭൂദാൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, ഭൂദാൻ മൂവ്മെന്റ് ബൈ ആരാണ്? ഭൂദാൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് വിനോബ ഭാവയായിരുന്നു, ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അപ്പോൾ ഈ പോച്ചമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ മൂവ്മെന്റ് പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പോച്ചമ്പള്ളി എന്ന് പറയുന്നത് തെലങ്കാന സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. തെലങ്കാന സ്റ്റേറ്റിൽ ആന്ധ്രാപ്രദേശിന്റെ പാർട്ടായിരുന്നു. ഓക്കെ, ഇൻ വിച്ച് ഇയർ മുഗൾ എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ്? മുഗൾ എംപയർ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് വർഷമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഓക്കെ, മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ഇപ്പോൾ നോക്കുക, 1556 കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1526, 1545, 1546 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1526 കേട്ടോ. 1526 ഈ മുഗൾ എംപയറിന് ഈ മോഗുൾ എംപയർ ഇങ്ങനെയും എഴുതും കേട്ടോ. ഇതിങ്ങനെ എഴുതും, അത് തെറ്റായിട്ട് എഴുതിയേക്കുന്നതല്ല, അങ്ങനെയും പറയാറുണ്ട്. മുഗൾ എംപയർ അല്ലെങ്കിൽ മോഗുൾ എംപയർ എന്ന് അതിന് പറയാറുണ്ട്. അത് ഓക്കെ, 1526 അത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ദ വിച്ച് മൂവ്മെന്റ് സവർണ ജാഥ ഓർ അപ്പർ കാസ്റ്റ് മാർച്ച് ഈസ് അസോസിയേറ്റഡ്? ഏത് മൂവ്മെന്റുമായിട്ടാണ് സവർണ ജാഥ ബന്ധപ്പെട്ടിരിക്കുന്നത്? സവർണ ജാഥ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് മാർച്ച് ഈസ് അസോസിയേറ്റഡ്. ഏത് മൂവ്മെന്റ് ആണ്? ഗുരുവായൂർ സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ, സോൾട്ട് സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ആരാണ് സവർണ ജാഥ നടത്തിയത് എന്നായിരുന്നു. അപ്പോൾ ഏത് മൂവ്മെന്റിനോട് ബന്ധപ്പെട്ടാണെന്നും കൂടി അതിലുണ്ടായിരുന്നു. ഏതാണ് വരുന്നത്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തോട് ബന്ധപ്പെട്ടാണ് സവർണ ജാഥ അപ്പർ കാസ്റ്റ് മാർച്ച് അസോസിയേറ്റഡ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്? വൈക്കം സത്യാഗ്രഹ. അടുത്ത ചോദ്യം, നെയിം ഓഫ് ദ പ്രൊട്ടസ്റ്റ് ലോഞ്ച്ഡ് ബൈ അയ്യങ്കാളി അഗെയിൻസ്റ്റ് ബാൻ ഓൺ വിയറിംഗ് നെക്ലേസ് ബൈ ബാക്ക്വേർഡ് പീപ്പിൾ. Okay, name of the protest that is launched by Ayyankali against the ban on wearing necklace by backward people. ഏതായിരുന്നു? ഇപ്പോൾ ബാക്ക്വേർഡ് പീപ്പിൾ, താഴെക്കടയിലുള്ള ജനങ്ങൾ, അവർ ഓക്കെ, അവർ എന്താണ് ഹാരം അണിയിച്ചതിന് എതിരെ ഉണ്ടായ പ്രൊട്ടസ്റ്റ്, ഹാരം അണിയിച്ചതിനെതിരെ ഒരു ബാൻ വന്നു. ആ ബാനിനെതിരെ ഉണ്ടായ പ്രൊട്ടസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
The name of the protest launched by Ayyankali against the ban on wearing the necklace by backward people. തോൽ വിറകു സമരം, മേൽമുണ്ട് സമരം, കല്ലുമാല പ്രക്ഷോഭം, കയ്യൂർ സമരം. ഏതാണ് വരുന്നത്? കല്ലുമാല പ്രക്ഷോഭം. ഓക്കെ, കല്ലുമാല പ്രക്ഷോഭം. അപ്പോൾ ഇതിനകത്ത് വരുന്ന വേറൊന്നുമല്ല. കല്ലുമാല പ്രക്ഷോഭം എന്ന് പറയുന്നത് പുലയാർ കമ്മ്യൂണിറ്റിയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നടന്നത് പെരിനാട് എന്ന സ്ഥലത്തായിരുന്നു. അതുപോലെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇത് സംഭവിച്ചത്. 1915 അത് ഓർക്കുക കേട്ടോ. പെരിനാട് എന്ന സ്ഥലത്താണ് നടന്നത്. അതുകൊണ്ട് ഇതിന് പെരിനാട് ലഹള എന്നും പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കല്ലുമാല ബഹിഷ്കരണ സമരം എന്നും ഇതിന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ താഴേക്കിടയിലുള്ള ജനങ്ങൾ നെക്ലേസ് അണിയുന്നതിന്, മാല അണിയുന്നതിന് അത് ബാൻ ചെയ്തു. അതിന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് കല്ലുമാല ധരിച്ചുള്ള സമരം. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം അത് ഞാൻ ഹാര അണിയിച്ചു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല, സോറി. Name the newspaper owned by Vakam Abdul Qadir Maulavi. Name the newspaper owned by Vakam Abdul Qadir Maulavi. Vakam Abdul Qadir Maulavi start ചെയ്ത ന്യൂസ് പേപ്പർ ഏതാണ്? സ്വദേശാഭിമാനിയാണ് കേട്ടോ. Who founded ആത്മവിദ്യാസംഘം? ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദ, ഡോക്ടർ പൽപു. ആരാണ് സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം. അത് ശ്രീ വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. Who propagated the religious path? അയ്യാവഴി എന്ന റിലീജിയസ് പാത്ത് അത് പ്രൊപ്പഗേറ്റ് ചെയ്തത് ആരാണ്? ഹു പ്രൊപ്പഗേറ്റഡ് ദ റിലീജിയസ് പാത്ത്? അയ്യാവഴി. ചട്ടമ്പി സ്വാമികൾ, വി.ടി. ഭട്ടതിരിപ്പാട്, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠ സ്വാമികൾ. ആരാണത് പ്രൊപ്പഗേറ്റ് ചെയ്തത്? അയ്യാവഴി എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളായിരുന്നു കേട്ടോ. വൈകുണ്ഠാർ എന്നാണ് പറയുന്നത്. വൈകുണ്ഠ സ്വാമികൾ. അയ്യാവഴി വൈകുണ്ഠ സ്വാമി. What does the yellow ring in the symbol of Olympic Games denote? ഒളിമ്പിക് ഗെയിംസിൽ യെല്ലോ റിങ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് രാജ്യത്തെയാണ്? യൂറോപ്പ്, ഓസ്ട്രേലിയ, ഏഷ്യ, സൗത്ത് അമേരിക്ക. ഏത് രാജ്യത്തെയാണ് യെല്ലോ റിങ് ഡിനോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ഏഷ്യ. അപ്പോൾ ഈ ഒളിമ്പിക്സിലെ റിങ്ങിനെ പറ്റിയുള്ള ക്ലാസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. യൂറോപ്പ്, ഓസ്ട്രേലിയ, ഏഷ്യ, സൗത്ത് അമേരിക്ക എന്നിങ്ങനെ കൊടുത്തേക്കുന്നു. ഏഷ്യയുടെ കളറാണ് എന്ത് വരുന്നത്? സിമ്പിളാണ് യെല്ലോ കളർ വരുന്നത് കേട്ടോ. ഓക്കെ. Who won the first gold in the Rio Olympics 2006? റിയോ ഒളിമ്പിക്സ് 2006 ഫസ്റ്റ് ഗോൾഡ് ലഭിച്ചത് ആർക്കാണ്? വെർജീനിയ തെരാഷോ, മൈക്കൽ ഫെൽപ്പ്, വണ്ടർലെ ലമാവോ, യുസൈൻ ബോൾട്ട്. വെർജീനിയ തെരാഷറിനാണ് ആദ്യമായിട്ട് റിയോ ഒളിമ്പിക്സ് 2016. അപ്പോൾ ഇത് അന്നത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കുമ്പോൾ 2018 അങ്ങനെ ചോദിക്കും. അപ്പോൾ ഹു വൺ ദ ഫസ്റ്റ് ഗോൾഡ് ഇൻ ദ റിയോ ഒളിമ്പിക്സ് 2016? ഇനി 2020 എവിടെ നടക്കാൻ പോകുന്നത്? ടോക്കിയോയിലാണ്. ഹു വൺ ദ ഫസ്റ്റ് ഗോൾഡ് ഇൻ റിയോ ഒളിമ്പിക്സ് 2016? വെർജീനിയ തെരാഷറാണ്. ഓക്കെ. Who was selected as the best actor of India by the 63rd National Film Award Committee judges? Who was selected as best actor of India by the 63rd National Film Award? 63ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അനുപം ഖേർ, മമ്മൂട്ടി, രജനീകാന്ത്, അമിതാഭ് ബച്ചനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 63rd നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റിയിൽ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 63rd നാഷണൽ ഫിലിം അവാർഡ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കുന്ന അമിതാഭ് ബച്ചൻ. ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ? ആരാണ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ?
തെരേസ മെയ്, മാർഗരറ്റ് താച്ചർ, ഡേവിഡ് കാമറോൺ, ബിൽ ക്ലിന്റൺ. ആരാണ് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ? തെരേസ മെയ്. ഹു ഈസ് ദ കോർപ്പറേഷൻ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ഇൻ കേരള? ഈസ് ദ കോർപ്പറേഷൻ ആൻഡ് ടൂറിസം മിനിസ്റ്റർ AC മൊയ്തീൻ, P. തിലോത്തൻ, G. സുധാകരൻ, ചന്ദ്രശേഖരൻ. ആരായിരുന്നു കോർപ്പറേഷൻ ആൻഡ് ടൂറിസം മിനിസ്റ്റർ? അപ്പം അങ്ങനെയും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരായെന്ന് ചോദിച്ചിരുന്നു. അതുപോലെ മിനിസ്റ്റേഴ്സിൻ്റെ അപ്പോൾ ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. AC മൊയ്തീനാണ് കോർപ്പറേഷൻ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ഇൻ കേരള. So thank you so much for watching this lesson. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.